നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്മിതേ, നിന്നോട് പറഞ്ഞ വാതിൽ തുറക്കാൻ. അല്ലെങ്കിൽ വേണ്ട, അവള് സമാധാനമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. താനെന്ത് വൃത്തികേടാണോ കാണിച്ചേ? ഞാനെന്ത് ചെയ്തു? ഇന്നലെ രാത്രി താൻ എന്നെ എന്താ ചെയ്തെന്ന്? ഞാൻ എന്ത് ചെയ്യാനാ? വലിയ നിഷ്കളങ്കൻ ചമയല്ലേ ഇയാള്? ഒരു പെൺകുട്ടിയോട് അവളുടെ സമ്മതം ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് കുറ്റം എന്റെ തന്നെയാ. എന്റെ സമ്മതം ഇല്ലാതെ എന്നെ കല്യാണം കഴിക്കുമ്പോ തന്നെ ഇയാളുടെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അതിനു പകരം ഇയാളെ വിശ്വസിച്ച് ഇയാൾക്കിപ്പോ ഈ റൂമിൽ കിടന്ന് ഉറങ്ങിയില്ലേ? ഓ, അതാണോ കാര്യം? അതാണോ കാര്യമെന്നോ? നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതാ അത്. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു ദുർബല നിമിഷത്തില് അങ്ങനെ സംഭവിച്ചു പോയിന്നല്ലേ? പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്താന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അതിന്റെ വില നിന്റെ പൂങ്കണ്ണീര്. നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ വിലയോ? എവിടുന്നോ ഏതോ പൈങ്കിളി സീരിയലും കണ്ടിട്ട് അതിന്റെ ഡയലോഗും കാണാൻ പഠിച്ചോണ്ട് വന്നിരിക്കുന്നു. എടി, ഒരു പെണ്ണിന്റെ നിഴല് കണ്ടാൽ ഉടനെ ഒരു ചെന്നായെ പോലെ വന്ന് കടിച്ചു കീറാൻ ഞാനൊരു വികാര ജീവി ഒന്നുമല്ല. അല്ലെങ്കിൽ ഉറക്കി കിടത്തിട്ട് വിലപ്പെട്ടൊക്കെ കവർന്നെടുക്കാൻ പറ്റിയ ഒരു ചാളക്ക്. എടി, നീ പറഞ്ഞതുപോലെ നിന്റെ ആകാര ഭംഗിയും മുഖസൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. കെട്ടാൻ ആരും വരാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നായ നക്കി പോണ്ടെന്ന് കരുതി മാത്രമാ. അതിന് കാരണക്കാരൻ ഞാനായതുകൊണ്ട്. പിന്നെ ഞാൻ താലി കെട്ടിയ സമയത്ത് നീ ബോധം കെട്ട് കിടന്ന് ഉറങ്ങുമൊന്നുമല്ലായിരുന്നല്ലോ. വടി പോലെ ഇങ്ങനെ ഉണ്ടക്കണ്ണം തുറച്ചോട്ട് നിൽക്കുകയായിരുന്നില്ലേ? എന്നിട്ടാ കല്യാണം കഴിഞ്ഞ എന്റെ സമ്മതമില്ലായിരുന്നു പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ചോണ്ട് നടക്കുന്നത്. പിന്നെ ഈ മുല്ലപ്പൂവിന്റെ കാര്യം, അതുകൊണ്ടൊന്നും നിന്നെ പോലൊരു പെണ്ണിന്റെ അടുത്ത് പ്രേമം പൊട്ടി ഒഴുകില്ലടി. ദാമ്പത്യ ബന്ധം ഉണ്ടാകുന്നതേ ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാ. അതിനൊരേപോലെ സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകൾ വേണം. അത് നിനക്കേ ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെയാ വിലപ്പെട്ടത് കവർന്നെടുക്കാൻ പോകുന്നത്. പേടിച്ചു പോയോ? ഒരു റൂമിൽ കിടന്നുറങ്ങുമ്പോ ഇയാൾ എന്നെ മാത്രമല്ല, ഞാൻ ഇയാളെ പേടിക്കണം. അതുപോലെ പരസ്പര സ്നേഹമില്ലെങ്കിലും പരസ്പര ബഹുമാനമെങ്കിലും വേണം. കേട്ടല്ലോ? അതില്ലാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ തിരിച്ചും അത് തന്നെ കിട്ടും. അതിനുള്ള ഓർമ്മപ്പെടുത്തലും താക്കീതുമായത് എക്കാലത്തേക്കും. ഭയം വേണ്ട, ജാഗ്രത മതി.
അപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? ഇത്രയൊക്കെ കാര്യങ്ങൾ ഉള്ളിൽ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നോ? ശോ, വെറുതെ ചൊറിയാൻ പോകണ്ടായിരുന്നു. എന്താ തറയില്? വിഷ്ണുട്ട് നേരത്തെ എണീറ്റോ? എന്താ അതിനെ ഉറങ്ങിയിട്ട് വേണ്ട ഉണരാൻ. എന്ത് പറ്റി? അതെ, ഇയാളാണ് എന്നെ ഉറക്കാത്തത്, അതറിയോ? ഞാൻ ഉറക്കില്ലെന്നോ? അമ്മേ, എടോ അത് ഞാൻ എങ്ങനെയാ പറയാ? സാധാരണ ഞാനാണ് മുത്തുവ ചോദിച്ച് പിന്നാലെ നടക്കാറുള്ളത്. ഇന്നലെ രാത്രി എന്റെ കവിള് മൊത്തം ചോര ചോപ്പാക്കി കളഞ്ഞു ഇയാള്. കാണാനേ ഇല്ലല്ലോ. എവിടെ? ചിലപ്പോ മാഞ്ഞു പോയി കാണും. ഇത്ര പെട്ടെന്നോ? അതെ, ഇത്ര പെട്ടെന്ന് പറഞ്ഞ ഒരു രാത്രി കഴിഞ്ഞു പോയില്ലേ? ഇന്നലെ രാത്രി നടന്നൊന്നും എനിക്ക് ഓർമ്മയില്ല വിഷ്ണുട്ടാ. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ പോണ്. എന്താ ഉണ്ടായേ? അല്ല, തനിക്കിന്നലെ എന്താ സംഭവിച്ചേ? ആദ്യം അത് പറ. ഷാമയുടെ മുടിയിൽ ചൂടിയ മുല്ലപ്പൂന്റെ വാസന അടിച്ചപ്പോഴേ എനിക്കെന്തോ സംഭവിച്ചു. പിന്നൊന്നും ഓർമ്മയില്ല. വാസന നന്നായിട്ട് അങ്ങ് വലിച്ചു കയറ്റിയല്ലേ? എന്താ കുഴപ്പാവോ? കുഴപ്പാവുന്നല്ല, കുഴപ്പമായി. എന്താ വിഷ്ണുട്ടാ? എടോ, അത് സാധാരണ മുല്ലപ്പൂ അല്ല, പിന്നെ സ്പ്രേ അടിച്ച മുല്ലപ്പൂവായിരുന്നു. സ്പ്രേയോ? എന്ത് സ്പ്രേ? കാതുങ്ങതാ. അയ്യോ, ഇടയ്ക്ക്. എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചേ? പിന്നീട് എന്താ സംഭവിച്ചെന്നാ? പിന്നീട് ഞാനൊരു പാവം മാൻപേടയായിട്ട് മാറുമായിരുന്നേ. അപ്പം ഞാനോ? അയ്യോ, ഇയാള് സിംഹമായിരുന്നില്ലേ? സിംഹം. പൊന്നോ. ഓ വിഷ്ണു കേട്ടോ, സത്യമാണോ? ചുമ്മാ ചുമ്മാതെയോ? വിഷ്ണു കേട്ടോ, ഇയാള് കളക്ടർ ആവുന്നവരെന്തേലും നടക്കാൻ ഞാൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അതിന് ചുമ്മാ മനപ്പായസം ഉണ്ടാ മതി കേട്ടാ. ഈ വിഷ്ണുവേട്ടൻ ഇന്ന് ഞാൻ അയ്യോ, നശിപ്പിക്കാതെ. ഓ, രക്ഷപ്പെട്ടു. കള്ളത്തെമ്മാടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.